നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. ഞാൻ റിജുരാമൻ മഹാഭാരതത്തിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മഹാഭാരതത്തിലെ രാമായണമാണ്. മഹാഭാരതത്തിലെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള വനപർവ്വത്തിലെ ഉപാധ്യായമായിട്ടുള്ള രാമോപാഖ്യാന പർവ്വം എന്ന് പറയുന്ന ഭാഗത്ത് ഇവിടെ മാർക്കണ്ഡേയ മഹർഷി യുധിഷ്ഠിരനോട് പറയുന്ന രീതിയിൽ രാമായണ കഥയെ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ വ്യാസഭഗവാൻ അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ കേട്ടത് കബന്ധൻ എന്ന് പറയുന്ന ഒരു വിചിത്ര സത്വത്തിനെ രാമലക്ഷ്മണന്മാർ ചേർന്നിട്ട് വെട്ടിക്കൊല്ലുകയുണ്ടായി. അതിൽ നിന്നും ഒരു തേജോമയനായിട്ടുള്ള ഒരു ഗന്ധർവൻ്റെ തേജസ് പുറത്തേക്ക് വരികയും ആ തേജസ് രാമലക്ഷ്മണന്മാരോട് സംസാരിക്കുന്നത് വരെയുള്ള ഭാഗമാണ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ കേട്ടത്. അപ്പോൾ അത് വിശദമായിട്ട് കേൾക്കണമെന്നുള്ളവർ കഴിഞ്ഞ ഒരു വീഡിയോ കേൾക്കാൻ വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഈ തേജോമയനായിട്ടുള്ള ഈ ഗന്ധർവൻ ആകാശത്തിലേക്ക് ഉയർന്നതിന് ശേഷം രാമലക്ഷ്മണന്മാരെ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ തെക്ക് ദിക്കിലേക്ക് തന്നെ പോവുക. അവിടെ ഋഷ്യമുഖം എന്ന് പറയുന്ന ഒരു പർവ്വതമുണ്ട്. ആ പർവ്വതത്തിൻ്റെ തീരത്തൂടെ പമ്പാനദി ഒഴുകുന്നുണ്ട്. ആ പമ്പാനദിയുടെ തീരത്ത് വാനര രാജാവും അവൻ്റെ 5 മന്ത്രിമാരും താമസിക്കുന്നുണ്ട്. സുഗ്രീവൻ എന്നാണ് അവൻ്റെ പേര്. സുഗ്രീവൻ ഇന്ദ്രനെ പോലെ തന്നെ ശക്തനായിട്ടുള്ള ഒരു വാനര രാജാവാണ്. അവൻ്റെ മന്ത്രിമാരുമെല്ലാം അതിശക്തരാണ്. സീതാദേവിയെ കൊണ്ടുപോയിരിക്കുന്നത് ലങ്കയിലേക്കാണ്. ആ സീതാദേവിയെ കൊണ്ടുപോയ വിവരം ഈ വാനരന്മാർക്കും അറിയാം. ആ വാനരന്മാർക്ക് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം തന്നെ ഋഷിമുഖത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞിട്ട് ആ ഗന്ധർവൻ ആകാശത്തിലൂടെ ഉയർന്ന് അപ്രത്യക്ഷമായി. മാർക്കണ്ഡേയൻ കഥ തുടരുകയാണ്. അവരങ്ങനെ ഋഷിമുഖത്തിലേക്ക് യാത്രയായ സമയത്ത് സീതയുടെ വിയോഗം പോലെയുള്ള ദുഃഖം രാമനെ അതിഭയങ്കരമായിട്ട് പിടികൂടി. രാമൻ്റെ ശരീരത്തിൻ്റെ ശക്തിയൊക്കെ നഷ്ടപ്പെട്ടിട്ട് സീതയെ വിളിച്ചുകൊണ്ട് രാമൻ വിലപിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ദുഃഖത്തോടു കൂടിയിട്ട് രാമനും ലക്ഷ്മണനും പമ്പയിൽ എത്തിച്ചേർന്നു. പമ്പയിൽ എത്തിച്ചേർന്ന സമയത്ത് അവിടെ വളരെ മനോഹരമായിട്ടുള്ള പ്രകൃതിയും അവിടുത്തെ കുളിരുള്ള കാറ്റുമൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ ശ്രീരാമന് തൻ്റെ പത്നിയായിട്ടുള്ള സീതാദേവിയുടെ വിരഹം കൂടുതലായിട്ട് അനുഭവപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങി. വിരഹദുഃഖത്താൽ അദ്ദേഹം തൻ്റെ ശക്തിയെല്ലാം ചോർന്നിട്ട് അവിടെ ഇരുന്ന് വിലപിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇത് കണ്ടിട്ട് ലക്ഷ്മണൻ തൻ്റെ ജ്യേഷ്ഠനോട് സംസാരിക്കാൻ തുടങ്ങി. ജ്യേഷ്ഠ, ഭവാൻ എന്തിനാണ് പൗരുഷം വെടിയുന്നത്? സീതാദേവിയെ ആരാണ് തട്ടിക്കൊണ്ടുപോയതെന്നും സീതാദേവി എവിടെയുണ്ടെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഇനിയും വേണ്ടത് പൗരുഷത്തോടു കൂടിയിട്ട് നമുക്ക് അവനെ ജയിച്ച് സീതാദേവിയെ നേടിയെടുക്കണം എന്നുള്ള കാര്യമാണ് ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ട് ഇവിടെ പാർക്കുന്ന വാനര രാജാവായിട്ടുള്ള സുഗ്രീവനെ നമുക്ക് പോയി കാണണം. അങ്ങ് ഈ മൗഢ്യമൊക്കെ മെടിഞ്ഞിട്ട് അങ്ങ് ഈ ദുഃഖത്തിൽ നിന്നും പുറത്തു വരൂ. സീതാദേവിയെ നേടിയെടുക്കുക എന്നുള്ളതാണ്, തിരിച്ചു നേടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൻ്റെ അനുജൻ്റെ ഈ വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പോഴേ പമ്പാസരസിലെ കുളിയുമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ രാമന് വീണ്ടും ഉണർവൊക്കെ തിരിച്ചു കിട്ടി. അങ്ങനെ അവർ ആ പർവ്വതത്തിലുള്ള വാനര രാജാവായിട്ടുള്ള സുഗ്രീവനെയും മന്ത്രിമാരെയും കാണാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അവർ പമ്പയിൽ ഇറങ്ങി കുളിച്ച് പിതൃതർപ്പണവും ഒക്കെ നടത്തി ആ വാനര രാജാവിനെ തിരക്കി ആ കാട്ടിലൂടെ നടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അവർ ആ കാട്ടിലൂടെ നടന്ന് ഋഷിമുഖ പർവ്വതത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ആ പർവ്വതത്തിൻ്റെ മുകളിൽ വാനര രാജാവായിട്ടുള്ള സുഗ്രീവൻ മന്ത്രിമാരോടൊപ്പം അവിടെ ഇരിക്കുന്നത് കണ്ടു. സുഗ്രീവനും ഈ രാജകുമാരന്മാർ വരുന്നത് ദൂരെ നിന്ന് തന്നെ കണ്ടിരുന്നു. സുഗ്രീവൻ തൻ്റെ മന്ത്രിമാരിൽ പ്രമുഖനായിട്ടുള്ള ഹനുമാനെ, അവൻ ഹിമാലയത്തിൻ്റെ പർവ്വതം പോലെ പർവ്വതാകാരമായിട്ടുള്ള ശരീരവും അതിബലവാനുമായിട്ടുള്ള വാനരനായിരുന്നു. ഹനുമാനെ രാമലക്ഷ്മണന്മാരെ ആനയിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടു. ഹനുമാൻ ചെന്നിട്ട് രാമലക്ഷ്മണന്മാരുമായിട്ട് കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷം അവരെ കൂട്ടിക്കൊണ്ട് സുഗ്രീവൻ്റെ അടുത്തേക്ക് എത്തി. ഇപ്പോൾ ഈ കഥാഭാഗമൊക്കെ വളരെ ചുരുക്കിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ആഖ്യാന രീതിയാണ് വ്യാസഭഗവാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ രംഗങ്ങളൊക്കെ എത്ര വിശദമായിട്ടാണ് രാമായണത്തിൽ പറഞ്ഞിട്ടുള്ളതെന്ന് രാമായണം വായിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. സുഗ്രീവൻ്റെ അരികിൽ ചെന്ന രാമലക്ഷ്മണന്മാർ സുഗ്രീവനുമായിട്ട് സഖ്യമുണ്ടാക്കി. സുഗ്രീവനും ബാക്കിയുള്ള 4 മന്ത്രിമാരും തങ്ങൾക്ക് കിട്ടിയ ആ ഉത്തരീയത്തിൻ്റെ കാര്യം പറയുകയും അത് ഒരു തെളിവായിട്ട് തന്നെ ഭഗവാൻ രാമനെ കാണിക്കുകയും ചെയ്തു. ഉത്തരീയം കണ്ടു കഴിഞ്ഞപ്പോൾ രാമൻ വീണ്ടും അതീവ ദുഃഖത്തിലായി. എന്നാലും സീതയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള വഴികൾ തെളിയുന്നു എന്നുള്ള പ്രതീക്ഷ രാമനെ കൂടുതൽ ഉത്സാഹവാനാക്കി. ആ ഉത്തരീയം കിട്ടിക്കഴിഞ്ഞപ്പോൾ സീതയെ തട്ടിക്കൊണ്ടുപോയത് രാവണനാണെന്നും സീതയെ ഇനി തനിക്ക് തിരിച്ച് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രത്യാശ രാമന് ഉണ്ടായി. അപ്പോൾ തന്നെ വാനരശ്രേഷ്ഠനായിട്ടുള്ള സുഗ്രീവനെ വാനരന്മാരുടെ രാജാവായിട്ട് രാമൻ അഭിഷേകം ചെയ്തു. യുദ്ധത്തിൽ ബാലിയെ വധിക്കാൻ വേണ്ടിയിട്ടുള്ള സഹായം ചെയ്തു കൊടുക്കാമെന്ന് രാമൻ അങ്ങോട്ട് ഒരു വാഗ്ദാനം കൊടുത്തു. അങ്ങനെയാണെങ്കിൽ സീതയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള സൈന്യവുമായിട്ട് താൻ വരാമെന്ന് സുഗ്രീവനും തിരിച്ച് ഒരു വാഗ്ദാനം കൊടുത്തു. അങ്ങനെ അവർ തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെട്ടു. അങ്ങനെ കരാർ പ്രകാരം ബാലിയെ വധിക്കാൻ വേണ്ടിയിട്ട് രാമൻ
സഹായിക്കും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് സുഗ്രീവൻ കിഷ്കിന്ധയിലെത്തി ബാലിയെ പോരിന് വെല്ലുവിളിച്ചു. ബാലിയുടെ ഉഗ്രസ്വരത്തിലുള്ള വെല്ലുവിളി കേട്ടുകഴിഞ്ഞപ്പോൾ ആ സമയത്ത് സുഗ്രീവൻ്റെ ഭാര്യയായിരുന്നതും ബാലി സുഗ്രീവനെ അടിച്ചോടിച്ചതിന് ശേഷം സ്വന്തം ഭാര്യയാക്കി നിർത്തിയിരുന്നതുമായിട്ടുള്ള താര ബാലിയെ തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഭവാനെ, ഇപ്പോൾ സുഗ്രീവൻ ഇങ്ങനെ വന്ന് അങ്ങയെ പോരിന് വിളിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ എന്തോ ആപത്തുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവനെ എവിടെ നിന്നോ വലിയൊരു ബന്ധുബലം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങയെ വന്ന് പോരിന് വിളിക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലി പറഞ്ഞു, നിനക്ക് നിമിത്തശാസ്ത്രമൊക്കെ നല്ലതുപോലെ അറിയാവുന്നതല്ലേ, എന്താണ് സംഭവിക്കുന്നതെന്ന് നീ എന്നോട് വിശദമായിട്ട് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് താര കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം അവളുടെ നിമിത്തശാസ്ത്രത്തിലുള്ള കഴിവുകൊണ്ട് പറഞ്ഞു, സുഗ്രീവൻ ഇപ്പോൾ അങ്ങേ വന്ന് വെല്ലുവിളിച്ചിരിക്കുന്നത് രാമലക്ഷ്മണന്മാരുടെ പിൻബലം കൊണ്ടാണ്. അവർ സുഗ്രീവനെ അങ്ങേയുമായിട്ടുള്ള യുദ്ധത്തിൽ സഹായിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. അതിന് പകരമായിട്ട് സുഗ്രീവൻ രാമൻ്റെ പത്നിയായിട്ടുള്ള സീതയെ കണ്ടുപിടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. അങ്ങനെ പരസ്പരം ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടാണ് അവർ ഇവിടെ വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സുഗ്രീവൻ്റെ ശക്തരായിട്ടുള്ള മന്ത്രിമാരായിട്ടുള്ള മൈന്ദൻ, ദിവിന്ദൻ, ഹനുമാൻ, ജാംബവാൻ എന്നിവരൊക്കെ സുഗ്രീവനോടൊപ്പം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങയോട് പറയാൻ വേണ്ടിയിട്ടുള്ള കാര്യം, അങ്ങിപ്പോഴേ ഒരു ദ്വന്ദ്വയുദ്ധത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കാതിരിക്കുന്നതാണ് നല്ലത്. നിമിത്തങ്ങളൊക്കെ അങ്ങേക്ക് എതിരായിട്ടാണ് നിൽക്കുന്നത്. സുഗ്രീവൻ്റെ കൂടെ വന്നിട്ടുള്ളവരൊക്കെ മഹാബുദ്ധിമാന്മാരും മഹാബലവാന്മാരുമാണ്. അതുകൊണ്ട് അങ്ങ് ഇപ്പോഴേ സുഗ്രീവനോട് യുദ്ധത്തിന് പോകുന്നത് ഒട്ടും നല്ലതിനല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലിക്ക് താരയോട് ഭയങ്കരമായിട്ടുള്ള ദേഷ്യമാണ് വന്നത്. ബാലിക്ക് സ്വന്തം ബലത്തെക്കുറിച്ചിട്ടുള്ള അമിതമായിട്ടുള്ള ആത്മവിശ്വാസമുണ്ടായിരുന്നു. അവളുടെ മുൻ ഭർത്താവിനോട് അവൾക്ക് വീണ്ടും പ്രേമം മുളച്ചിരിക്കുകയാണെന്ന് ചിന്തിച്ച് താരയെ അധിക്ഷേപിച്ചതിന് ശേഷം സുഗ്രീവൻ ആ മല്ലയുദ്ധത്തിന് വേണ്ടിയിട്ട് അവരുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്നു. അവിടെ ചെന്നിട്ട് ബാലി സുഗ്രീവനെ വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇവിടെ സുഗ്രീവ, താൻ പല പ്രാവശ്യം ഇവിടെ വന്ന് എന്നെ വെല്ലുവിളിച്ചിട്ട് എൻ്റെ അടിയും കൊണ്ട് പേടിച്ച് ഓടിയതല്ലേ? അന്നൊക്കെ എൻ്റെ ദയ കൊണ്ടാണ് ഞാൻ നിന്നെ ജീവനോടെ വിട്ടയച്ചത്. ഇന്ന് വീണ്ടും നീ ചാകാൻ വേണ്ടിയിട്ടാണോ വന്നു ചേർന്നിട്ടുള്ളത്? ഇത് കേട്ട് സുഗ്രീവൻ ജ്യേഷ്ഠനോട് പറഞ്ഞു, നീ എൻ്റെ രാജ്യം അപഹരിച്ചു, അതിനോടൊപ്പം തന്നെ എൻ്റെ ഭാര്യയെയും അപഹരിച്ചു. ഇനി എൻ്റെ ജീവന് എന്ത് വിലയാണുള്ളത്? അതുകൊണ്ട് എൻ്റെ ജീവൻ പോലും കളയാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു. മാർക്കണ്ഡേയൻ യുധിഷ്ഠിരനോടുള്ള കഥപറച്ചിൽ തുടരുകയാണ്. അങ്ങനെ ബാലിയും സുഗ്രീവനും തമ്മിൽ അതിഭയങ്കരമായിട്ടുള്ള മല്ലയുദ്ധം ആരംഭിച്ചു. രണ്ടുപേരും മഹാശക്തന്മാരായിരുന്നു. അവർ പരസ്പരം വലിയ പാറകളെടുത്ത് പരസ്പരം എറിയാനും അതുകൊണ്ട് തന്നെ ഇടിക്കാനും തുടങ്ങി. വലിയ വലിയ വൻ വൃക്ഷങ്ങളൊക്കെ പറിച്ചെടുത്ത് പരസ്പരം അടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. പിന്നെ കൂർത്തുമുറുത്ത നഖങ്ങൾ കൊണ്ട് പരസ്പരം മുഖങ്ങളൊക്കെ മാന്തി പറിച്ചു, പരസ്പരം കടിച്ചും മുറിച്ചും രണ്ടുപേരുടെയും ശരീരം ചുവന്ന നിറമായി. ശ്രീരാമൻ ഒളിയം പതിയാൻ വേണ്ടിയിട്ട് കാത്തു നിന്നെങ്കിലും രണ്ടുപേരുടെയും കണ്ടിട്ട് ഒരുപോലെ ഇരിക്കുന്നത് കണ്ടിട്ട് ആരെയാണ് അസ്ത്രം എയ്യേണ്ടതെന്ന് എന്നുള്ള കാര്യത്തിൽ ശ്രീരാമൻ ആകെ ആശയക്കുഴപ്പത്തിലായി. ആ സമയത്ത് ഹനുമാൻ ചെന്നിട്ട് ദിവ്യമായിട്ടുള്ള ഒരു മാല സുഗ്രീവൻ്റെ കഴുത്തിൽ അയച്ചു കൊടുത്തു. അപ്പം രണ്ടുപേരെയും തമ്മിൽ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞ ശ്രീരാമ ഭഗവാൻ അവിടെ ഒളിഞ്ഞിരുന്നു കൊണ്ട് ബാലിയുടെ മാറിന് നേരെ അസ്ത്രം അയച്ചു. ആ അസ്ത്രം ബാലിയുടെ നെഞ്ചിൽ തുളച്ചു കയറി. വായിലൂടെ രക്തം ഛർദ്ദിച്ചുകൊണ്ട് ഒരു മല പോലെ ബാലി അവിടെ മറിഞ്ഞു വീണു. ആ സമയത്ത് ബാലി രാമനോട് കൂടിയിട്ട് നിൽക്കുന്ന ലക്ഷ്മണനെ അവിടെ വെച്ച് കണ്ടു. തേജസ്സാർന്ന ബാലി ഭൂമിയിൽ മരിച്ചു വീഴുന്നത് താര ആ സമയത്ത് കൊട്ടാരത്തിൽ നിന്നുകൊണ്ട് കണ്ടു. അങ്ങനെ ബാലി മരിച്ചു കഴിഞ്ഞപ്പോഴേ സുഗ്രീവൻ വീണ്ടും കിഷ്കിന്ധയുടെ അധിപനായി. താരയെ വീണ്ടും ഭാര്യാവതത്തിലേക്ക് സുഗ്രീവന് ലഭിച്ചു. അങ്ങനെ 4 മാസക്കാലം രാമനും ലക്ഷ്മണനും സുഗ്രീവൻ്റെ ആതിഥ്യം ഏറ്റുകൊണ്ട് അവിടെ കിഷ്കിന്ധാപുരിയിൽ താമസിച്ചു. ഈ സമയത്ത് സീതയെ തട്ടിക്കൊണ്ടുപോയ കാമ വിക്ഷുബ്ധനായിട്ടുള്ള രാവണൻ തൻ്റെ കൊട്ടാരത്തിനടുത്തുള്ള അശോക മരങ്ങൾ നിറഞ്ഞ തൻ്റെ വനത്തിൽ സീതയെ പാർപ്പിച്ചിട്ടുണ്ടായിരുന്നു. തൻ്റെ ഭർത്താവിൻ്റെ ചിന്തയാൽ മെലിഞ്ഞ് ഫലമൂലാദികൾ മാത്രം ഭക്ഷിച്ച് തപോനിഷ്ഠകളിൽ ഏർപ്പെട്ട് ശരീരം മെലിഞ്ഞിരുന്ന സീതയുടെ മുഖം പക്ഷേ കാന്തി കൊണ്ട് നല്ലതുപോലെ തെളിഞ്ഞിരുന്നു. അവിടെ നിന്നും സീത രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അനേകം രാക്ഷസിമാരെയാണ് രാവണൻ അവിടെ കാവലിന് വേണ്ടിയിട്ട് സീതയുടെ കൂട്ടത്തിൽ പാർപ്പിച്ചിരുന്നത്. സീതയെ മനം മാറ്റിയെടുക്കുക എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള മനം മാറ്റി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദൗത്യം കൂടി ഈ രാക്ഷസിമാർക്ക് കൊടുത്തിരുന്നു. അവരെല്ലാവരും വികൃത രൂപികളായിരുന്നു. ആദ്യമൊക്കെ സീതയെ രാവണനെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് പ്രലോഭിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ രാക്ഷസിമാരെ നോക്കിയിരുന്നത്. അത് സാധിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അവർ സീതയെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ രാക്ഷസിമാരൊക്കെ പല വിധത്തിലുള്ള ആയുധങ്ങൾ, കുന്തം, വാള്, വെൺമഴു, കത്തി, കുള്ളി ആയുധങ്ങളൊക്കെ ഏന്തി വരും. അതിനോടൊപ്പം തന്നെ വളരെ വിരൂപമായിട്ടുള്ള രൂപത്തോട് കൂടിയിട്ടുമായിരുന്നു. ചിലരെ ഒറ്റക്കണ്ണുള്ളവർ, ചിലരെ ഒരു കാല് മാത്രമുള്ളവർ, ചിലർക്ക് നെറ്റിയിൽ കണ്ണുള്ളവർ, നാവില്ലാത്തവൾ, നാവ് പുറത്തേക്ക് തൂങ്ങിക്കിടക്കുന്നവൾ, ഒറ്റ കണ്ണ് മാത്രമുള്ളവർ, 3 മുലയുള്ളവർ, ത്രിജട എന്ന പേരുള്ളവൾ, അങ്ങനെ ഉള്ള രാക്ഷസിമാരായിരുന്നു സീതയുടെ ചുറ്റിനും ഉണ്ടായിരുന്നത്. തങ്ങളുടെ പ്രലോഭനങ്ങളും കൊണ്ടൊന്നും സീതയുടെ മനസ്സിന് ഒരു മാറ്റവും വരുന്നില്ല എന്ന് കണ്ടിട്ട് ഈ രാക്ഷസിമാരെ പിന്നെ അവളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് തുടങ്ങി. നമ്മളുടെ രാജാവായിട്ടുള്ള രാവണനെ
അനുസരിക്കാൻ തയ്യാറാകാത്ത ഇവളെ നമുക്ക് ഇപ്പോൾ തന്നെ വെട്ടിക്കൊന്നാലോ, ഇപ്പം നമുക്ക് ഇവളെ പിടിച്ച് തിന്നാലോ, ഇവളെ മാന്തി കൊന്നാലോ, ഇവളെ എള്ളുപോലെ കഷ്ണങ്ങളാക്കി നമുക്ക് തിന്നാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിലുള്ള ഭീഷണികൾ സീതയ്ക്ക് നേരെ ഇവരെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. പക്ഷേ ഇതൊക്കെ കേട്ടിട്ടും സീതയുടെ മനസ്സിന് യാതൊരു ചലനവും ഉണ്ടായില്ല. അവൾ വളരെ ശാന്തതയോട് കൂടിയിട്ട് വിരൂപികളായിട്ടുള്ള രാക്ഷസിമാരോട് പറഞ്ഞു, ഹേ ആര്യമാരെ, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ എത്രയും വേഗത്തിൽ എന്നെ തിന്നോളൂ. എനിക്കിനിയും ഒട്ടും തന്നെ ജീവിക്കാൻ ആശയില്ല. എൻ്റെ ഭർത്താവിനെ പിരിഞ്ഞിരിക്കുന്ന ഓരോ നിമിഷവും ഞാൻ മരണത്തെക്കുറിച്ചിട്ട് മാത്രമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം കൂടെ ഇല്ലാതുള്ള ജീവിതം ഇനി എനിക്ക് എന്തിനാണ്? എന്തായാലും നിങ്ങളെന്നെ കൊന്നില്ലെങ്കിലും ആഹാരം കഴിക്കാതെ നിരാശയായിട്ട് ഞാനിവിടെ പട്ടിണി കൊണ്ട് മരിക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. രാഘവനല്ലാതെ ഒരു പുരുഷനെയും ഞാൻ മനസ്സുകൊണ്ട് പോലും സ്മരിക്കുകയില്ല. ഇത് സത്യമാണെന്ന് നിങ്ങൾ അറിഞ്ഞുള്ളൂ. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എന്താണെന്ന് വെച്ചാൽ എന്നെ ചെയ്യാം. ഇതെല്ലാം കേട്ടിട്ട് ഈ രാക്ഷസിമാർ എന്നിട്ട് രാവണനോട് കാര്യങ്ങളൊക്കെ ഉണർത്തിച്ചു. തങ്ങളെ പ്രലോഭിപ്പിച്ചിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടുമൊന്നും സീതയുടെ മനസ്സിന് യാതൊരു ചലനവും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം രാവണനെ ഈ രാക്ഷസിമാർ ചെന്ന് അറിയിച്ചു. ആ രാക്ഷസി സംഘമെല്ലാം പോയി കഴിഞ്ഞപ്പോഴേ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ത്രിജട എന്ന് പറയുന്ന രാക്ഷസി, അവള് വളരെ ധർമ്മിഷ്ഠയായിരുന്നു. അവള് സീതയുടെ അടുത്ത് നിന്നിട്ട് സീതയെ വാർത്തകളൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ത്രിജട സീതയോട് പറഞ്ഞു, നീ പേടിക്കേണ്ട ഭവതി, രാമൻ്റെ നീക്കങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അവിന്ധ്യൻ എന്ന് പറയുന്ന ധർമ്മിഷ്ഠനായിട്ടുള്ള ഒരു രാക്ഷസ പുങ്കവൻ ഇവിടെയുണ്ട്. അവൻ എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നിന്നോട് ഞാൻ പറയാം, നീ വിഷമിക്കാതിരിക്കുക. ശ്രീരാമൻ നിന്നെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ ഇന്ദ്രതുല്യനും ശക്തനായിട്ടുള്ള സുഗ്രീവൻ എന്ന് പറയുന്ന വാനര രാജാവുമായിട്ട് സഖ്യമുണ്ടായിട്ടുണ്ട്. ബാലിയെ വധിച്ച വാനരന്മാരുടെ രാജാവായ സുഗ്രീവനോടൊത്ത് നിന്നെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവണൻ നിന്നെ ഉപദ്രവിക്കും എന്നുള്ള കാര്യം ഓർത്തിട്ട് നീ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം നളകൂപരൻ, വൈശ്രവണൻ്റെ പുത്രനായിട്ടുള്ള നളകൂപരൻ്റെ ഭാര്യയായിട്ടുള്ള രംഭയെ രാവണൻ ബലാത്സംഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയ സമയത്ത് നളകൂപരൻ്റെ ശാപം മൂലം ഒരു സ്ത്രീയെയും ബലാൽ രാവണനെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് നിന്നെ അവൻ ഒരിക്കലും ഉപദ്രവിക്കാതെ ഇരിക്കുന്നത്. ആ ശാപം മൂലം തനിക്ക് വഴങ്ങാത്ത ഒരു സ്ത്രീയെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് രാവണന് സാധിക്കുകയില്ല. അതുകൊണ്ട് ഭവതി ഒട്ടും തന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അധികം താമസിയാതെ തന്നെ രാവണ ലക്ഷ്മണന്മാർ സുഗ്രീവൻ്റെയും വാനരപ്പടയോടും ഒപ്പം ഇവിടെ എത്തിയിട്ട് ഭവതിയെ മോചിപ്പിക്കും. ത്രിജട തുടരുകയാണ്, ഞാൻ അനിഷ്ടങ്ങളായിട്ടുള്ള ഒരുപാട് സ്വപ്നങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഭയങ്കരനായിട്ടുള്ള രാക്ഷസൻ അവൻ്റെ ദുഷ്ടകൃത്യങ്ങൾ കൊണ്ട് വളരെയധികം പാപം നേടിയിട്ടുണ്ട്. ഈ ദുരാത്മാവ് അവൻ്റെ പ്രവൃത്തികൾ കൊണ്ട് എല്ലാ ദേവതകളെയും അവൻ കോപിപ്പിച്ചിരിക്കുകയാണ്. ഈ പാപി നശിക്കാറായി എന്ന് ഞാൻ സ്വപ്നത്തിൽ കണ്ടു. രാവണൻ തലകളെല്ലാം മുണ്ടനം ചെയ്ത് എണ്ണയും തേച്ച് കഴുതപ്പുറത്തിരുന്നിട്ട് യാത്ര ചെയ്യുന്നത് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ടു. കുംഭകർണൻ മുതലായവരെ തലമുടി അഴിച്ചിട്ടിട്ട് നഗ്നരായിട്ട് തെക്കോട്ട് നടന്നു പോകുന്നതും ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ടു. തലപ്പാവം ധരിച്ചുകൊണ്ട് വിഭീഷണൻ രാജാവിനെ പോലെ സിംഹാസനത്തിൽ ഇരിക്കുന്നതും ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ടു. രാമൻ്റെ അസ്ത്രങ്ങൾ കൊണ്ട് ഈ ലങ്ക മുഴുവൻ മൂടുന്നതായിട്ടും പതിയായിട്ടുള്ള രാമൻ്റെ ചൈതന്യം ഈ ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുന്നതായിട്ടും സ്വപ്നത്തിൽ ഞാൻ കണ്ടു. ദേഹം മുഴുവൻ ചോരയണിഞ്ഞ് കരഞ്ഞ് പുലിയുടെ പുറത്തിരുന്നുകൊണ്ട് ഭവതി വടക്കോട്ട് യാത്രയാകുന്നത് പല പ്രാവശ്യം ഞാൻ കണ്ടു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് രാവണൻ്റെ നാശം അടുക്കാറായെന്നും ഭവതിയെ ശ്രീരാമൻ തന്നെ വന്ന് കൂട്ടിക്കൊണ്ടു പോകുമെന്നുമാണ്. ഇപ്രകാരം ത്രിജട പറയുന്നത് കേട്ടിട്ട് സീതയ്ക്ക് ഉള്ളിൽ വലിയ ആശ്വാസമാണ് തോന്നിയത്. ആദ്യമായിട്ട് ശ്രീലങ്കയിൽ എത്തിയതിന് ശേഷം അവിടെ ഉള്ളിൽ ആശയുടെ ഒരു കിരണം ഉദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇത്രയും സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഉഗ്രസ്വരൂപിണികളായിട്ടുള്ള ആ രാക്ഷസിമാരെല്ലാവരും കൂടി തിരിച്ചു വന്നു. ആ സമയത്ത് ത്രിജട പഴയ പോലെ തന്നെ രൗദ്രഭാവത്തോടു കൂടിയിട്ട് സീതയെ നോക്കിക്കൊണ്ട് സംശയമൊന്നും ഉണ്ടാകാത്ത വിധത്തിൽ സീതയോടൊപ്പം ഇരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. മാർക്കണ്ഡേയൻ കഥ തുടരുകയാണ്. മുഷിഞ്ഞ വസ്ത്രത്തോടു കൂടിയിട്ടും മെലിഞ്ഞ ശരീരത്തോടു കൂടിയിട്ടും എന്നാൽ മുഖകാന്തിക്ക് ഒരു മാറ്റവുമില്ലാത്ത സീതാദേവി ആ അശോകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന സമയത്ത് രാവണൻ തൻ്റെ ശരീരഭംഗി കൂട്ടുവാൻ വേണ്ടിയിട്ട് പകിട്ടേറിയ വസ്ത്രങ്ങളുമൊക്കെ ധരിച്ച് ഒരുപാട് ആഭരണങ്ങളുമൊക്കെ ധരിച്ചിട്ട് സീതയെ ആകർഷിക്കുക എന്നുള്ള ഉദ്ദേശവുമായിട്ട് സീതയുടെ മുമ്പിലേക്ക് ചെന്നു. എന്തൊക്കെ വസ്ത്രങ്ങൾ ധരിച്ചിട്ടും എന്തൊക്കെ ആഭരണങ്ങൾ ധരിച്ചിട്ടും അവൻ്റെ ഉള്ളിലെ ക്രൗര്യഭാവം പുറത്തേക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവന് സാധിച്ചില്ല. എന്തൊക്കെയായാലും സീതയെ വീണ്ടും തൻ്റെ പാട്ടിലാക്കാം എന്നുള്ള വിചാരത്തോടു കൂടിയിട്ട് വീണ്ടും ഒരിക്കൽ കൂടി രാവണൻ സീതയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. സീതയെ, നീ ആ രാമനെക്കുറിച്ചിട്ടുള്ള ചിന്തയെല്ലാം ഉപേക്ഷിക്കൂ. ഈ ലോകനാഥനായിട്ടുള്ള ഞാൻ നിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് തന്നെയാണ് ക്ഷണിക്കുന്നത്. എൻ്റെ ഭാര്യമാരിൽ ഏറ്റവും സുന്ദരിയായിട്ട് നീ എൻ്റെ ജീവിതത്തിൽ വന്നിട്ട് വിരാജിക്കൂ. ഈ ലോകത്തുള്ള മുഴുവൻ ഗന്ധർവകന്യകളും ദേവകന്യകളും അസുരകന്യകളും രാക്ഷസ സ്ത്രീകളും ഒക്കെ എൻ്റെ ചൊൽപ്പടിയിൽ നിൽക്കുന്നവരാണ്. അതിനു പുറമെ 14 കോടി പിശാചുക്കൾ
എൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്നുണ്ട്. മനുഷ്യരെ ഭക്ഷിക്കുന്ന 28 കോടി രാക്ഷസന്മാർ എൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവരാണ്. 74 കോടി യക്ഷന്മാരും എൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവരാണ്. അതിൽ ചുരുക്കം പേര് മാത്രമാണ് എൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള വൈശ്രവണൻ്റെ കീഴിൽ നിൽക്കുന്നത്. സീതയെ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കൂ. ഗന്ധർവ സ്ത്രീകൾ ഞാൻ മദ്യപാനക്കൂത്തിന് ഒരുങ്ങുമ്പോൾ എൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള കുബേരനെ എങ്ങനെയാണോ അനുസരിക്കുന്നത്, അതേപോലെ തന്നെ എന്നെയും അനുസരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. വളരെ പ്രശസ്തനായിട്ടുള്ള വിശ്രവസിൻ്റെ പുത്രനാണ് ഞാനെന്നുള്ള കാര്യം നീ മനസ്സിലാക്കണം. ലോകപാലകരിൽ 5ാമത്തവനാണ് ഞാനെന്ന് ഈ ലോകം മുഴുവൻ ഇപ്പം പ്രസിദ്ധമായിക്കൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള ദിവ്യമായിട്ടുള്ള ഭക്ഷണപാനീയങ്ങളൊക്കെ എൻ്റെ അധീനതയിലുണ്ട്. ദേവേന്ദ്രന് എന്തൊക്കെ ഭക്ഷണപാനീയങ്ങളാണോ കഴിക്കാനും കുടിക്കാനുമുള്ളത് അതെല്ലാം എൻ്റെ അധീനതയിലുമുണ്ട്. ഇങ്ങനെ സകല സൗഭാഗ്യങ്ങളും ഉള്ള ഒരു ലോകത്തേക്കാണ് ഞാൻ ഭവതിയെ ക്ഷണിക്കുന്നത്. ലോകപാലകനായിട്ടുള്ള ഞാനിതാ നിൻ്റെ മുമ്പിൽ പ്രേമാഭ്യർത്ഥനയുമായിട്ട് നിൽക്കുകയാണ്. സുന്ദരിയായിട്ടുള്ള ഭവതി എന്തിനാണ് ഈ കാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്? എൻ്റെ അന്തഃപുരത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും ഭവതിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. മണ്ടോദരിയെ പോലെ എൻ്റെ ഭാര്യയായിട്ട് നീ സുഖമായി വന്നിട്ട് അന്തഃപുരത്തിൽ താമസിക്കുക. ഇപ്രകാരം രാവണൻ പറയുന്നത് കേട്ടപ്പോൾ സീതാദേവി തൻ്റെ മുഖം തിരിച്ചു കളഞ്ഞു. സീതയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് ധാരധാരയായിട്ട് പുറത്തേക്ക് ഒഴുകാൻ വേണ്ടിയിട്ട് തുടങ്ങി. കണ്ണുനീരൊഴുക്കിക്കൊണ്ട് രാവണനെയും തൻ്റെ ഇടയിൽ ഒരു പുൽക്കൊടിയെ നുള്ളി വെച്ചുകൊണ്ട് ആ പുൽക്കൊടിയെ നോക്കിക്കൊണ്ട് സീതാദേവി രാവണനോട് സംസാരിച്ചു. ഹേ രാക്ഷസേശ്വര, അങ്ങ് ഇക്കാര്യങ്ങളൊക്കെ പലതവണ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. ഇതെല്ലാം പല പ്രാവശ്യം ഞാൻ കേട്ട് കഴിഞ്ഞതുമാണ്. അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ. ഈ അശുഭ വിചാരം അങ്ങയുടെ മനസ്സിൽ നിന്ന് അങ്ങ് കളയുക. ഞാൻ വേറൊരാളുടെ ഭാര്യയാണ്. എന്നും പാതിവൃത്യ നിഷ്ഠയോട് കൂടിയിട്ട് കഴിയുന്ന ഒരു മാനുഷ്യ സ്ത്രീയാണ് ഞാൻ. അന്യർക്ക് കിട്ടുവാൻ വേണ്ടിയിട്ട് കുതിച്ചാലും എന്നെ അവർക്കാർക്കും കിട്ടുകയില്ല. ഈ നിലയ്ക്ക് ഞാൻ നിനക്ക് ഒരിക്കലും ചേരുന്ന ഒരു ഭാര്യ ആയിരിക്കേയില്ല. പാട്ടിലാകാത്തവളെ ആക്രമിച്ച് പാട്ടിലാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് എന്താണ് ഫലമെന്ന് നീയൊന്ന് ആലോചിച്ച് നോക്കണം. ബ്രഹ്മർഷി തുല്യനും പ്രജാപാലകനുമാണല്ലോ അങ്ങയുടെ പിതാവ്. ആ പിതാവിൻ്റെ പേരിലെങ്കിലും അങ്ങ് ഈ ദുഷ്ടകർമ്മത്തിന് വേണ്ടിയിട്ട് നിൽക്കരുത്. അങ്ങക്ക് വൈശ്രവണൻ്റെ അനുജനാണ് അങ്ങെന്ന് പറയാൻ അങ്ങേക്ക് ഒട്ടും ലജ്ജ തോന്നുന്നില്ലേ? ഇത് പറഞ്ഞുകൊണ്ട് സീത ശരീരം മുഴുവൻ കുലുങ്ങുമാറ് അവിടെ ഇരുന്ന് കരയാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. സീത ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും രാവണൻ്റെ മനസ്സിൽ ഒരു മാറ്റവും ഉണ്ടായില്ല. അവൻ സീതയോടായിട്ട് പറഞ്ഞു, എടോ സീതയെ, എൻ്റെ എല്ലാ അംഗങ്ങളെയും കാമദേവൻ വന്നിട്ട് പരിക്കേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ബലമായിട്ട് ഞാൻ നിന്നെ ഒരിക്കലും പ്രാപിക്കുകയില്ല. സാധാരണ മനുഷ്യർ ഞങ്ങളുടെ ആഹാര വസ്തുക്കളാണ്. ആ ആഹാര വസ്തുവിൽ പെട്ടതാണ് നിൻ്റെ ഭർത്താവായിട്ടുള്ള രാമൻ എന്നുള്ള കാര്യവും നീ മറക്കരുത്. അങ്ങനെയുള്ള രാമനിൽ തന്നെ നീ മനസ്സ് വെച്ചുകൊണ്ടിരുന്നാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? രാക്ഷസ രാജാവ് ആയിട്ടുള്ള രാവണൻ ഇപ്രകാരം പറഞ്ഞിട്ട് ഇഷ്ട സ്ഥലത്തേക്ക് തിരിച്ചുപോയി. ദുഃഖിതയായിട്ടുള്ള സീതാദേവി തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രീരാമൻ എന്തെങ്കിലും എത്തുമെന്നുള്ള ആശയമായിട്ട് ത്രിജടയുടെ ആശ്വാസവാക്കുകളും കേട്ടുകൊണ്ട് ദുഃഖത്തോടു കൂടിയിട്ട് തന്നെ അവിടെ തുടർന്നു. ഇനി എന്താണ് സംഭവിച്ചെന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇതുവരെ ക്ഷമയോട് കൂടിയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുമുള്ള വലിയൊരു നന്ദി അറിയിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.